അങ്ങോട്ട് നോക്കി മമ്പുറത്തിൻ്റെ ഒരു കാഴ്ച. മമ്പുറം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മക്കാമും പള്ളിയോട് ചാരിയിട്ടുള്ള ആ സൂപ്പർ പാലത്തിൻ്റെ ആ ഒരു വീഡിയോ കണ്ട് നമുക്ക് 16 നിന്നും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് ഇവിടെയായിരുന്നു, 16 ഈ പാടത്ത്. വീണ്ടും ഇവിടുന്ന് വീഡിയോ തുടങ്ങുകയാണ്. പരപ്പനങ്ങാടി മുതൽ 16 വരെയുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് ചമ്മാട് മമ്പുറം വരെയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 16 അങ്ങാടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ സൂപ്പറാട്ടോ. മുകളിൽ നിന്നുള്ള ആ പുറത്തേക്ക് നമ്മൾ ഈ വഴി കടന്നു വന്നപ്പോൾ പരപ്പനങ്ങാടി ടു 16 അങ്ങനെ ചമ്മാട് വരെ എത്തുമ്പോൾ കൂടുതലും പാടം, തൊട്ടടുത്ത് ഇരുവശവും പാടം ഏരിയയാണ്. നമ്മൾ മുകളിലോട്ട് ഡ്രോൺ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പാടത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 16 കഴിഞ്ഞാൽ പിന്നെ വരുന്ന അങ്ങാടിയാണ് പന്തരങ്ങാടി, കരിപറമ്പ്, അമ്പലപ്പടി. അങ്ങനെ ഈ 3 ഏരിയയിൽ കൂടെയുള്ള യാത്ര നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പന്തരങ്ങാടി ഏരിയയിൽ നിന്ന് നമുക്കറിയാം ഇടത് ഭാഗത്തേക്ക് പാറപ്പുറം ആ ഏരിയക്ക് ഒരു റോഡുണ്ട്. നല്ല ആ ഏരിയ വലിയൊരു ചെറിയൊരു അങ്ങാടിയൊക്കെ ഉള്ള ഭാഗമാണ് പാറപ്പുറം ഏരിയ. അങ്ങനെ പന്തരങ്ങാടി കഴിഞ്ഞാൽ വരും കരിപറമ്പ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചമ്മാടത്തെ വീഡിയോ പൂർണ്ണമായി നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ കക്കാട് ടു ചമ്മാട് വരെയുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ പൂർണ്ണതയിലെത്തിയില്ല, അത് പകുതി ഭാഗം വിട്ടുപോയി. അപ്പോൾ ഇന്നത്തിൽ അത് പൂർത്തീകരിച്ചിട്ടുള്ളൊരു വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. മമ്പുറത്തെ ആദ്യത്തെ പാലവും അതുപോലെ പുതിയ പാലവും മമ്പുറം മക്കാമിൻ്റെ ഏരിയകളൊക്കെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് പോയി. അങ്ങനെ നമ്മൾ ഏകദേശം പന്തരങ്ങാടി, കരിപറമ്പ് ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പന്തരങ്ങാടി ഈ ഭാഗം നമുക്കൊരു 16 മുതൽ 16 അതുപോലെ പന്തരങ്ങാടി ഏരിയ ഒരു താഴ്ന്ന ഭാഗമാണ്. പ്രത്യേകിച്ച് പാടം ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ മഴക്കാലം നല്ല ശക്തമായ മഴയൊക്കെ പെയ്ത കാലത്ത് റോട്ടിലൊക്കെ വെള്ളം നിന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് പന്തരങ്ങാടി ഈ ഭാഗം. അപ്പോൾ അന്ന് നമ്മളെ ഈ ഏരിയയിലൊക്കെ എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത ഭാഗമായ കൂരിയാട്, പാലച്ച്, മണ്ണിപ്പിലാക്കൽ അതുപോലെ തന്നെ പാണ്ഡികശാല ഭാഗത്തൊക്കെ വെള്ളം കയറിയ സമയത്ത് ഈ ഒരു ഏരിയയിലും അരക്ക് റോഡിന് വെള്ളം നിന്നൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് അതിനൊക്കെ അതിജീവിച്ച് വന്നൊരു ഏരിയയും കൂടി നമ്മളെ ഈ ഏരിയകളൊക്കെ. അപ്പോൾ പന്തരങ്ങാടി മുതൽ 16 മുതൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ അങ്ങാടികളാണ്. വലിയൊരു അങ്ങാടികൾ ഈ ഒരു ഭാഗത്ത് പിന്നെ ചമ്മാടാണ് വരുന്നത്. അങ്ങനെ കരിപറമ്പ് അങ്ങാടിത കഴിഞ്ഞു. നമ്മൾ അടുത്തെത്താൻ പോകുന്നത് അമ്പലപ്പടി. അത് കഴിഞ്ഞാൽ ചമ്മാട്ടേക്ക് കയറി കേട്ടോ. അപ്പോൾ ചമ്മാടിൻ്റെ വീഡിയോ ചമ്മാട് അങ്ങാടിയുടെ വലിയൊരു ടൗണൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അതൊന്ന് സൂം ചെയ്ത് ആ ഏരിയത്തെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അടിപൊളി വൈബാണ്. മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ആ ചമ്മാടിൻ്റെ നമ്മൾ പല മറ്റേ വീട്ടിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ 16 മുതൽ ചമ്മാട് വരെയുള്ള ഈ ഏരിയയിൽ നമ്മുടെ സുഹൃത്തുക്കൾ, പ്രവാസികൾ, അങ്ങനെ മറ്റും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബിൽഡിങ്ങുകളും വീടുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ആ ഏരിയ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നമ്മളിപ്പോൾ അമ്പലപ്പടി ആ ഏരിയയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പടി കഴിഞ്ഞാൽ നമ്മൾ ചമ്മാട്ടേക്ക് കിടക്കും. പറഞ്ഞതുപോലെ ചമ്മാടിൻ്റെ അടിപൊളി കാഴ്ചകൾ കുറച്ച് സമയം വെച്ച് തന്നെ ചമ്മാട് എല്ലാ ഏരിയ ഉൾക്കൊള്ളിച്ച് തന്നെ ഞാനിതിൽ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പ് കാണാം. അതുപോലെ നമ്മൾ പന്തരങ്ങാടി ഭാഗത്തു നിന്നാണ് പാറപ്പുറം ഭാഗത്തേക്കുള്ള റോഡ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് ഭാഗത്തേക്ക് ഉള്ള റോഡ്. അങ്ങനെ കുറച്ചാണ് മുന്നോട്ട് വരും. പാറപ്പുറം ടൗണ് ഒരു വലിയൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉള്ളേരിയുള്ള വലിയൊരു അങ്ങാടിയൊക്കെ തന്നെയാണ് പാറപ്പുറം. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ചമ്മാട്ടേക്ക് കിടക്കുമ്പോൾ ഇവിടെയാണ് ആ പെട്രോൾ പമ്പിൻ്റെ ഭാഗം. അങ്ങനെ ചമ്മാടിൻ്റെ മനോഹരമായൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാനുള്ളത്. നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഈ ഏരിയ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നി പരപ്പനങ്ങാടി എന്ന് വീഡിയോ ചെയ്യുമ്പോൾ 16 പരപ്പനങ്ങാടി മുതൽ ചമ്മാട് വരെയാണ് വീഡിയോ ഉദ്ദേശിച്ചത്. പക്ഷേ ലെങ്ത് ഒരുപാട് കൂടിയതുകൊണ്ട് നമ്മൾ 16 നിർത്തിയിട്ട് രണ്ടാമത് അവിടുന്ന് 16 വീഡിയോ ചെയ്ത് അപ്പോൾ ചമ്മാട്ടങ്ങാടിയുടെ പൂർണ്ണതയും മമ്പുറം പാലവും ചന്തപ്പടി ആ ഒരു ഏരിയത്തെ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചമ്മാട്ടങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചമ്മാടിൻ്റെ ഒരു വാഹനത്തിരക്ക് നല്ല നീണ്ടു കിടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ബിൽഡിങ്ങുകളും കച്ചവട സ്ഥാപനങ്ങളും അങ്ങനെ മുകൾ ഭാഗത്തെ ടവറുകളും അതുപോലെ മുകളിലെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ സോളാറൊക്കെ സെറ്റ് ചെയ്ത ഏരിയകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഡ്രോൺ വീഡിയോ എടുക്കുമ്പോൾ സോളാറിൻ്റെ ഒരു ഇതാണ് കണ്ടില്ലേ. ഇവിടെയൊക്കെ സോളാർ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും തിരക്കേറിയ ഒരു അങ്ങാടി തന്നെയാണ് ചമ്മാട്. ചമ്മാട് ജംഗ്ഷൻ ഭാഗത്തു നിന്ന് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗം കോഴിക്കോട് ഭാഗത്തേക്കുള്ള റോഡ്. അവിടെയും ഏതുതരം ഒരു വാഹന കുരുക്കുള്ള ഏരിയയാണ്. ഇതിന് മുന്നൊക്കെ നമുക്കറിയാം ഈ വെള്ള പൈപ്പിന് വേണ്ടി ലൈൻ ഇടുമ്പോൾ ചാല് കയറിയിട്ടൊക്കെ ആളുകൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഒരുവിധമൊക്കെ ആ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ടാറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.
സ്കൂൾ എത്തുന്നതിന് മുമ്പുള്ള ഈ ഒരു ഏരിയയിൽ നല്ല വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ചമ്മാടിൻ്റെ ഒന്നുകൂടി കാഴ്ചയിൽ കാണിക്കാൻ ഒന്നുകൂടി ബാക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് കാണിക്കട്ടോ, സൂപ്പറായിരിക്കും. വലിയൊരു അങ്ങാടിയുള്ള നോക്കി നിങ്ങൾ, ബിൽഡിങ്ങുകളൊക്കെ എത്രത്തോളം ഇതിലാണ് ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്നതും എത്രത്തോളം എന്നുള്ളതൊക്കെ കറക്റ്റ് നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു ഏരിയകളൊക്കെ കിട്ടും ഒക്കെ കാണാൻ പറ്റും. നമ്മളെ മമ്പുറം ആ ബൈപ്പാസിൻ്റെ ആ റോഡുണ്ടല്ലോ, ചെറിയ ഇടുങ്ങിയ റോഡ്, ആ ഏരിയത്തെ പള്ളിയുടെ മിനാരം നോക്കി ഇവിടുന്ന് കാണുന്നു കേട്ടോ. അപ്പോൾ ആ ഏരിയയിൽ നിന്നാണ് നമുക്ക് ഇടത് ഭാഗത്തേക്ക് മമ്പുറം ഏരിയക്ക് പോകാനുള്ളത്. ആ പുഴയിലൂടെ ഇങ്ങനെ രണ്ട് ആദ്യത്തെ പാലവും പുതിയ പാലവും മമ്പുറം മക്കാമിൻ്റെ ആ ഏരിയ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ ചമ്മാട് നമ്മൾ കുറച്ച് നേരം നിർത്തിയിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് എല്ലാം കാണിക്കുന്നതിന് വേണ്ടിയാണ് ചമ്മാട് നമ്മൾ നിർത്തി നിങ്ങളെ കാണിക്കുന്നത്. അതിനൊന്ന് ബാക്ക് അടിച്ചിട്ട് രസകരമായ ആ ഒരു വീഡിയോ കണ്ട് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ചമ്മാട് സെൻറ്റർ, ദർശന, അതുപോലെ മാനസ് ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നൊരു ബാക്ക് അടിക്കണം. നോക്കി ആ ചെറുതായിട്ട് ഉയരത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ മൊത്തത്തിൽ ചമ്മാട്ടങ്ങാടിയുടെ ആ റോഡൊക്കെ ചെറുതായില്ല, ബിൽഡിങ്ങുകളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ള മൊത്തത്തിൽ കാണാൻ പറ്റും. ബാക്ക് അടിക്കുമ്പോൾ സൂപ്പറാണ്, സൂപ്പർ അടിപൊളി കാഴ്ചയാണ്. മുകളിൽ നോക്കി ചമ്മാടിൻ്റെ ഇരുവശവുമുള്ള ആ മരങ്ങളൊക്കെ പച്ചപ്പിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി തിരിച്ച് റിട്ടേൺ അടിച്ച് വരട്ടാ എഗെയിൻ. അങ്ങനെ കുറേ അങ്ങോട്ട് പോകുന്നില്ലേ, ആ പള്ളിയൊക്കെ ആണെങ്കിൽ ദൂരേന്ന് മമ്പുറത്തുള്ള ആ പള്ളി റോഡിലെ ചെറുതായിട്ട് കാണില്ല. കുറച്ച് താഴ്ത്തിയിട്ടാണ് നമ്മൾ ഡ്രോൺ കൊണ്ടുപോകുന്നത്. അപ്പോൾ റോഡ് കറക്റ്റ് വാഹനങ്ങളൊക്കെ കടന്നു പോകണം, ഏതൊക്കെ പോക്കറ്റിലേക്ക് ഏതൊക്കെ റോഡിലേക്കൊക്കെ കടന്നു പോകണമൊക്കെ വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഒന്നുകൂടി ഡ്രോൺ താഴ്ത്തിയിട്ട് ആ റോഡിന് ഒപ്പിച്ച് ഇങ്ങനെ താഴ്ത്തി കൊണ്ടുപോകുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഇടയിലൂടെയുള്ള യാത്രയാണ്. പക്ഷേ ഡ്രോൺ ക്യാമറ നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട്. ഏതായാലും മരത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കറക്റ്റ് താഴ്ത്തിരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വാഹനങ്ങളൊക്കെ വലുതായിട്ട് കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെ ചമ്മാട്ടിലൂടെ അങ്ങാടിയിലൂടെ ഇങ്ങനെ കടന്ന് ഏതായാലും നമ്മൾ പോയി. ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗം നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ ഇവിടുന്ന് ആസ്പത്രി, ഗവൺമെൻറ് ആസ്പത്രിയിലേക്ക് പോകുന്ന റോഡ് കൊടിഞ്ഞി അങ്ങോട്ട് പോകുന്ന റോഡാണ് കാണുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡ് കണ്ടില്ലേ. അപ്പോൾ ആ ഏരിയ ഒന്നുകൂടി സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം, ആ കറക്റ്റ് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷന് മുൻവശത്തുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ്, അങ്ങനെ 3 ബസ് സ്റ്റാൻഡ് ആയിരുന്നില്ലേ, ചമ്മാട് കോഴിക്കോടിൻ്റെ ഭാഗം, അതുപോലെ ഈ സെൻട്രലിവിടെ ഇപ്പോൾ സി കെ നഗർ ഭാഗത്തേക്ക് പോകുന്ന ദർശന, അതായത് ബ്ലോക്ക് റോഡിൻ്റെ ഭാഗം ഏരിയയിലാണ് ഇപ്പോഴത്തെ പുതിയ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ആ ഏരിയക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തേക്ക് ഇടാം. ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തൊന്നും കാണിക്കില്ല, ഇവിടെ നേരെ ഇടത് ഭാഗത്താണ് പറഞ്ഞ ആദ്യം ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഏതായാലും ഇതാ ചമ്മാടിൻ്റെ റോഡിൻ്റെ ആ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് സോളാറിൻ്റെ എല്ലാം സെറ്റ് ചെയ്തിട്ടില്ല, ഒരുപാട് ബിൽഡിങ്ങിൻ്റെ മുകളിലും സോളാർ. ഈ ഏരിയയിലൊക്കെ ഇത്രമല്ല സോളാർ സൂപ്പർ. അങ്ങനെതാ ഏതാ സെൻറ്റ് മെൻസ് റോഡ് ഇവിടെ നിന്നല്ല ഈ ഇടത് ഭാഗത്തേക്ക് ഇവിടെയാണ് മാനസാ അല്ലേ, മാനസിൻ്റെ ആ റെഡ് ആ ബിൽഡിങ് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ഏകദേശം മമ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മമ്പുറം അപ്പോൾ ഇവിടെ നിന്ന് ഒന്നുകൂടി തിരിക്കുന്നുണ്ട്. ഏതായാലും ചമ്മാടിൻ്റെ ആ ഒരു ഏരിയ നമ്മൾ വന്ന ആ ഏരിയ ഇവിടെ നിന്ന് സൂം ചെയ്തെടുത്തിട്ട് നമ്മൾ തിരിച്ച് പോകാൻ ഇവിടെ ടർഫൊക്കെ അതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. നമ്മൾ വന്ന ആ ഒരു ഏരിയ അടിപൊളി കേട്ടോ, സൂപ്പർ കാഴ്ചയാണ്. ചമ്മാട് തിങ്ങി നിറഞ്ഞ ഒരു അങ്ങാടി, അതായത് വാഹനങ്ങൾ കൊണ്ടും ബിൽഡിങ്ങുകൾ കൊണ്ടും എല്ലാ സ്ഥാപനവും ഹോൾസെയിൽ റീറ്റെയിൽ അങ്ങനെ എല്ലാം നമ്മുടേതായുള്ള ഒരു മിക്ക സംഗതി കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് ചമ്മാട് ടൗൺ. അങ്ങനെ ചമ്മാട് ടൗണിൻ്റെ ആ ഏരിയയിൽ തിരിച്ച് വീണ്ടും നമ്മൾ മമ്പുറം ഭാഗത്തേക്ക് പോകണം. ഇനിയാണ് കാഴ്ച കേട്ടോ, ഇനി സൂപ്പർ കാഴ്ചയാണ്. കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ചതാണ്. ഒന്നുകൂടി വിശദമായിട്ട് തന്നെ മമ്പുറം ആദ്യത്തെ പാലവും അതുപോലെ തന്നെ പുതിയതായിട്ടാക്കിയ പാലവും അതുപോലെ മമ്പുറം മക്കാമിൻ്റെ ആ ഏരിയയിലൊക്കെ പോയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ തന്നെ നോക്കി ഞങ്ങൾ നേരെ ഇവിടെ നമ്മൾ അങ്ങോട്ട് ലെഫ്റ്റ് ഭാഗത്തേക്ക് തിരിച്ച് നേരെ മമ്പുറം മക്കാമിൻ്റെ ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പുതിയ പാലം നോക്കി ഇവിടുന്ന്, അതുപോലെ പഴയ പാലവും നമുക്ക് കാണാമെന്നല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതൊന്നും വളരെ എടുക്കാൻ ശ്രദ്ധയിൽ വന്നില്ല. അപ്പോൾ ആ പുഴക്ക് ഇങ്ങനെ കുറുകെ അടിപൊളി കിടലം പാലവും മമ്പുറം മക്കാമിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് ആ പള്ളിയും പുതിയ പള്ളിയും പിന്നെ ഉണ്ടാക്കിയ പള്ളിയും അതുപോലെ അവിടുത്തെ എല്ലാ പുതുതായിട്ടുള്ള എല്ലാ ഇതും നമുക്ക് കാണാം. അടിപൊളി കേട്ടോ, സൂപ്പർ കാഴ്ചയാണ്. അങ്ങനെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മമ്പുറം പള്ളിയുടെ ആ മനോഹരമായ കാഴ്ചയാണ്. പുഴക്ക് കുറുകെ വരുന്ന 2 പാലകൾ നമ്മൾ കണ്ടു. അതുപോലെ
ഈ ഒരു പുതിയ പാലം ഇത് വന്നതോടുകൂടി വാഹന ഗതാഗത കുരുക്കിനും ഒരുപാട് ഇത് വന്നിട്ടോ മാറ്റം. വളരെ സുഖകരമായിട്ട് ഇതുവഴി നമുക്ക് കുളപ്പുറം ആ ഭാഗത്തേക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ വീതിയുള്ള പാലം വന്നതോടുകൂടി ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചു. മറ്റ് വ്യാഴാഴ്ചയൊക്കെയാണ് ഇവിടെ ഇതിട്ടാൽ അപ്പോഴാണ് തിരക്കുകൾ കൂടുന്ന സമയങ്ങൾ. അപ്പോൾ യാത്രക്കാരും ഇപ്പോൾ പുറത്തുനിന്ന് ഇത് സന്ദർശിക്കുന്നവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ആ ഇടുങ്ങിയ പാലത്തിലൂടെയാണ് കടന്നു പോയിരുന്നത്. ഇപ്പോൾ പിന്നീടുണ്ടാക്കിയ പാലത്തിൻ്റെ വീഡിയോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സുഖകരമായി കടന്നു പോകുന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കറിയാം നമ്മൾ പരപ്പനങ്ങാടി തുടങ്ങിയത് പൈനാറുകളാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. പൈനാറുകൾ മുതൽ ചമ്മാട്, മമ്പുറം ഏരിയ, അങ്ങനെ ഈ പാലത്തിൻ്റെ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണ് നമ്മളിവിടുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നേരത്തെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പാലവും തോടും അങ്ങനെ നാടും വീടും നമ്മുടെ ഡ്രോൺ വഴിയുള്ള വീഡിയോകളൊക്കെ വളരെ രസകരമായ മുകളിൽ നല്ല ആകാശ കാഴ്ചയിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ വിശേഷങ്ങളും അതുപോലെ ഡ്രോൺ വീഡിയോ, റോഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി വരുന്നത് എല്ലാവർക്കും ബൈ, ഇൻഷാ അല്ലാഹ്.